കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കുറച്ച് കോഡ്സ് ഞാനിവിടെ പറയും. അതിൻ്റെ എന്താണെന്നുള്ളത് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിത് പ്രോഗ്രാമിലിട്ട് പോകത്തുള്ളൂ. ഓക്കെ, എൽ ഡി എന്തുവാ? എൽ ഡി എന്തുവാ? വാട്ട് ഈസ് എൽ ഡി? വാട്ട് ഈസ് എൽ ഡി? ലോഡിങ്. എങ്ങോട്ട് ലോഡ് ചെയ്യുന്നു? ഇങ്ങോട്ടാ ലോഡ് ചെയ്യുന്നേ? ഓപ്പൺ കോണ്ടാക്റ്റഡ് അല്ലേ? എൽ ഡി എൻ എന്തുവാ? എൽ ഡി എൻ അല്ലെങ്കിൽ എൽ ഡി ഐ എന്തുവാ? എൽ ഡി എൻ അല്ലെങ്കിൽ എൽ ഡി ഐ എന്തുവാ? ലോഡിങ് ടു ക്ലോസ് കോണ്ടാക്ട് ആണോ? ആൻഡ് എങ്ങനെയാ വരയ്ക്കുന്നേ? എങ്ങനെയാ വരയ്ക്കുന്നേ? ഇങ്ങനെയല്ലേ? ആണോ? എന്തുവാ ഉദ്ദേശിക്കുന്നത്? ഐ അല്ലെങ്കിൽ ANDN എന്താ ഉദ്ദേശിക്കുന്നത്? ആൻഡിൻ്റെ നോട്ട് അല്ലേ? ഓർ ഗേറ്റ് ORI ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാ, ഓർമ്മയുണ്ടല്ലോ. ഞാൻ വീണ്ടും ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്യാൻ വേണ്ടി പറയുവാണ്. ഓക്കെ, ഇനി XIC എന്തുവാ? XIC എന്തുവാ? XIC എന്തുവാ? നിങ്ങളിത് പഠിച്ചിട്ടില്ല. XIC എന്തുവാ? എക്സാമിൻ ഓൺ. അതായത് ഒരു ബിറ്റ് ഓൺ ആണോ ഓഫ് ആണോ ചെക്ക് ചെയ്യുന്ന കമാൻഡാണ് XIC. ഇപ്പം തന്നെ പഠിക്കുക. എന്താണ് XIC? എക്സാമിൻ ഓൺ. XIO എന്തുവാ അപ്പോൾ? എക്സാമിൻ ഓഫ്. OT എന്തുവാ? OT എന്ന് വെച്ചാൽ എന്തുവാ? ഔട്ട്പുട്ട്. എന്ന് വെച്ചാൽ എന്തുവാ? എനർജൈസ്. എന്തുവാ? അപ്പോൾ എങ്ങനെ പറയാം? ഔട്ട്പുട്ട് എനർജൈസ്. അല്ലെങ്കിൽ എന്ത് പറയാം? ഔട്ട്പുട്ട് ഓൺ ആക്കുക എന്നുള്ള ഒരു മീനിങ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, OTL എന്തോ? OTL എന്ന് വെച്ചാൽ എന്തുവാ? ഔട്ട്പുട്ട് ലാച്ചിങ്. ഓക്കെ, അടുത്ത OTU എന്തുവാ? വാട്ട് ഈസ് OTU? ഔട്ട്പുട്ട് അൺലാച്ചിങ് ചെയ്യുക. OTL എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് ലാച്ച് ചെയ്യുക. OTU എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് അൺലാച്ച് ചെയ്യുക. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടെണ്ണമാണ് TON TOF. എന്തുവാ TOM TOF? TON TOF വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. TON TOF. ടൈമർ ഓൺ ഡിലേ. എന്തുവാ? ടൈമർ ഓൺ ഡിലേ. പിന്നെ ഇതെന്തുവാ? ടൈമർ ഓഫ് ഡിലേ. ഈ ടൈമർ ഓൺ ഡിലേയുടെ അർത്ഥം എന്തുവാ? ടൈമർ ഓൺ ഡിലേ എന്ന് പറയുമ്പോൾ ആ ടൈമർ വെച്ചിട്ട് അവിടെ എന്ത് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? ടൈമർ ഓൺ ഡിലേ. വാട്ട് ഈസ് ദ മീനിങ്? എന്താ അതിൻ്റെ മീനിങ്? എന്താ? ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾക്ക് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി ഒന്നുകൂടെ പറയുവാണ്. അതായത് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞ് ഇത്ര സെക്കൻഡ് കഴിഞ്ഞിട്ട് നമുക്ക് ആ ടൈമർ ഓൺ ആവത്തുള്ളൂ. ആണോ? നമ്മളിപ്പോൾ ഫാനിൻ്റെ സ്വിച്ച് ഓൺ ആക്കണം. ഫാനിൻ്റെ സ്വിച്ച് ഓൺ ആക്കുന്ന മൊമെൻ്റ് തന്നെ നമുക്ക് ഫാൻ കറങ്ങത്തില്ലേ? പക്ഷേ അങ്ങനെ പാടില്ല. ഞാൻ ഫാനിൻ്റെ സ്വിച്ച് ഇട്ടിട്ട് ഒരു 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് കറങ്ങിയാൽ മതി എന്ന് പറയുന്നൊരു സംഭവത്താണ് എന്ത് ഉപയോഗിക്കുന്നത്? ടൈമർ ഓൺ ഡിലേ ഉപയോഗിക്കുന്നത്. ടൈമർ ഓഫ് ഡിലേയോ അതുപോലെ തന്നെ ഫാനിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്ത് നമ്മൾ ഇൻപുട്ട് ഓഫ് ആക്കുന്ന സ്വിച്ച് ഓഫാക്കി, ഫാനിൻ്റെ സ്വിച്ച് ഓഫാക്കി കഴിഞ്ഞ് ഓൺ ദ സ്പോട്ടിൽ തന്നെ ഓഫ് ആവണ്ട, പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് ഇത്ര സെക്കൻഡ് കഴിഞ്ഞിട്ട് ഓഫ് ആയാൽ മതി എന്ന് വരുമ്പോഴാണ് ടൈമർ ഓഫ് ഡിലേ വന്നത്. ആണോ? പിന്നെന്തുവാ? പിന്നെ നമ്മൾ പറഞ്ഞു കൗണ്ടറിന് സംഭവം പറഞ്ഞായിരുന്നില്ലേ? എന്താണ് കൗണ്ടർ എന്താണ്? കൗണ്ട് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൗണ്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എവിടെയാണ് വരുന്നത്? കൗണ്ടറിൻ്റെ ആപ്ലിക്കേഷൻ
കൗണ്ട് ചെയ്യുമ്പം നമുക്കൊരു സിസ്റ്റത്തിനകത്ത് നമ്മൾ പറയുക ഒരു കൗണ്ടർ വെച്ചിട്ടുണ്ട്, ആ കൗണ്ടറിനകത്ത് വാല്യൂ സെറ്റ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 100 എന്ന് പറഞ്ഞ വാല്യൂ അത് നിൽക്കട്ടെ. അപ്പോൾ കൗണ്ടർ അതിന് മുന്നേ നമുക്ക് കൗണ്ടർ എത്ര ടൈപ്പ് ഉണ്ട്? ഹൗ മെനി ടൈപ്സ് ഓഫ് കൗണ്ടേഴ്സ് ആർ ദേർ? ഹൗ മെനി ടൈപ്സ് ഓഫ് കൗണ്ടേഴ്സ് ആർ ദേർ? അപ്പ് കൗണ്ടർ, പിന്നെന്തുവാ ഡൗൺ കൗണ്ടർ. അപ്പ് കൗണ്ടറിൻ്റെ ഷോർട്ട് ഫോം എന്തുവാ? CTU. ഇവിടെ എന്തുവാ? CTD ആണോ? അപ്പോൾ അപ്പ് കൗണ്ടർ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും എണ്ണുന്നത്? +1 ഇങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്. ഡൗൺ കൗണ്ടർ എങ്ങനെയായിരിക്കും? ഡൗൺ കൗണ്ടർ എങ്ങനെയായിരിക്കും? -1 ആഡ് ചെയ്ത് പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പോൾ അപ്പ് കൗണ്ടറിനകത്ത് ഒരു വാല്യൂ 100 ആണെന്നുണ്ടെങ്കിൽ അപ്പ് കൗണ്ടർ 0-ൽ നിന്ന് എങ്ങോട്ട് ആഡ് ചെയ്യും? 0 + 1 1, 1 + 1 2, 2 + 1 3, 3 + 1 4, അങ്ങനെ എവിടം വരെ എത്തുന്നു? 100 എത്തുന്നു. 100 എത്തുമ്പോഴത്തേക്ക് നമുക്ക് ആ ടൈമർ ആക്ടിവേറ്റ് ആവുന്നു. ആ ടൈമർ ആക്ടിവേറ്റ് ആകുമ്പോൾ എന്ത് ഔട്ട്പുട്ടാണ് അവിടെ വർക്ക് ചെയ്യേണ്ടത്, ആ ഔട്ട്പുട്ട് നമുക്ക് ആക്ടിവേറ്റ് ആവുന്നു. ഡൗൺ കൗണ്ടറിനാണെങ്കിൽ ഇനിഷ്യൽ വാല്യൂ എത്ര ആയിരിക്കും? 100 വരും. എന്നിട്ട് ലാസ്റ്റത്തെ വാല്യൂ എന്തുമായിരിക്കും? ഇനിഷ്യൽ വാല്യൂ ഡൗൺ കൗണ്ടറിനകത്ത് 100 ആയിരിക്കും, ലാസ്റ്റത്തെ 0. അപ്പോൾ ഇവിടെ എന്തുമായിരിക്കും? -1 അങ്ങനെ മൈനസ് ചെയ്ത് 0-ൽ എത്തുന്നു. ഇതൊക്കെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞ ദിവസം ആരെങ്കിലൊക്കെ എഴുന്നിട്ടുണ്ടെന്ന് അവർക്കൊന്ന് പെട്ടെന്ന് റിഫ്രഷ് ആയിക്കോട്ടെ വിചാരിച്ചാണ് ഇത് ഒന്നുകൂടെ ജസ്റ്റ് ഓടിച്ചിട്ട് പറയുന്നത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ പഠിച്ചതാണ് അല്ലേ. പിന്നെ പറഞ്ഞു റിലേ. ഈ ടൈമറിന് ഒരു എക്സാമ്പിളൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. നമ്മുടെ പാർക്കിങ്ങിലെ കാർ പാർക്കിങ്ങിനകത്ത് പറഞ്ഞില്ലായിരുന്നോ? കാർ പാർക്കിങ്ങിനകത്ത് ഓർമ്മയുണ്ടോ? കാർ പാർക്കിങ്ങിൻ്റെ ടൈമർ പറഞ്ഞ ഓർമ്മയുണ്ടോ? ടൈമറിൻ്റെ അല്ല, കൗണ്ടറിൻ്റെ. അപ്പോൾ ഞാൻ എന്തുവായിരുന്നു അതിനകത്ത് കൊടുത്തിരുന്നത്? ഓർമ്മ ഒന്ന് റീകളക്ട് ചെയ്തേ. ആദ്യം ഞാനൊരു ഇൻപുട്ട് കൊടുക്കുന്നു അല്ലേ? ഇൻപുട്ട് 1, അതായത് ഒരു കാറ് വന്ന് നിൽക്കുന്നു, ഒരു പാർക്കിംഗ് സ്പേസിലോട്ടൊരു കാറ് വന്ന് നിൽക്കുന്നത്. കാറ് വന്ന് നിൽക്കുമ്പോൾ ഏത് കൗണ്ടറാണ് +1 ആഡ് ചെയ്യേണ്ടത്? അപ്പ് കൗണ്ടർ +1 ആഡ് ചെയ്യത്തില്ലേ ഇല്ലേ? ഇനി അടുത്ത ഇൻപുട്ട് എന്തുമായിരിക്കും? കാറ് തിരിച്ചിറങ്ങിപ്പോകുന്നത്. അപ്പം തിരിച്ചിറങ്ങിപ്പോകുമ്പം എവിടെയാണ് അത് കൗണ്ട് ചെയ്യേണ്ടത്? ഡൗൺ കൗണ്ടറിൽ ഇറങ്ങിപ്പോണം അല്ലേ? ഇനി നമുക്ക് ഈ കൗണ്ടറിൻ്റെ വാല്യൂ എത്തിക്കഴിയുമ്പോഴത്തേന് ഇപ്പം നമ്മളിപ്പോൾ കൗണ്ടറിനകത്തൊരു പ്രീസെറ്റ് വാല്യൂ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ 10 സ്പേസ് ഉള്ളതെന്നുണ്ടെങ്കിൽ അപ്പ് കൗണ്ടറിനകത്ത് പ്രീസെറ്റ് വാല്യൂ 10 ആയിരിക്കും. ഇപ്പോൾ ഡൗൺ കൗണ്ടറിനകത്ത് പ്രീസെറ്റ് വാല്യൂ 10 ആയിരിക്കും. ആ 10 വാല്യൂ അച്ചീവ് കഴിഞ്ഞാൽ പിന്നെ ആ കൗണ്ടർ റീസെറ്റ് ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ അടുത്ത കാർ വരുമ്പോഴത്തേന് ഇൻപുട്ട് അത് ഇറങ്ങുവാണെങ്കിലും പോവുകയാണെങ്കിലും അടുത്ത കാർ വരുമ്പോഴത്തേന് അടുത്ത ആ ഇൻപുട്ട് എന്തുമായിരിക്കും? റീസെറ്റ് കൗണ്ടർ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്കിനകത്ത് ഔട്ട്പുട്ട് എന്തുവാ കിട്ടേണ്ടത്? ഈ കൗണ്ടറിനകത്തുള്ള വാല്യൂ പ്രീസെറ്റ് വാല്യൂ എത്തിക്കഴിയുമ്പോഴത്തേന് നമുക്ക് എന്ത് ഔട്ട്പുട്ട് കിട്ടണം? എന്ത് ഔട്ട്പുട്ട് കാണിക്കണ്ടേ? ദർ ഈസ് നോ സ്പേസ് അവൈലബിൾ അല്ലേ? ഇങ്ങനല്ലേ കാണിക്കണ്ടേ? ഈ കൗണ്ടറിനകത്തുള്ള വാല്യൂ ഇപ്പോൾ അപ്പ് കൗണ്ടറിൻ്റെ വാല്യൂ 10 ആകുമ്പോഴോ അല്ലെങ്കിൽ ഡൗൺ കൗണ്ടറിൻ്റെ വാല്യൂ 0 ആകുമ്പോഴോ ആണ് അതിനകത്ത് സ്പേസ് ഇല്ലെന്ന് മനസ്സിലാവുന്നതാണോ? അല്ലേ? ആണോ? യെസ് ഓർ നോ? ഇപ്പോൾ 10 സ്പേസ് ഉണ്ട്, 10 പാർക്കിംഗ് സ്ലോട്ട് ഉണ്ടെന്നിരിക്കട്ടെ. 10 പാർക്കിംഗ് സ്ലോട്ട് ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ അപ്പ് കൗണ്ടറിൻ്റെ വാല്യൂ 10 ആകുമ്പോഴോ ഡൗൺ കൗണ്ടറിൻ്റെ വാല്യൂ 0 ആകുമ്പോഴോ ആണ് ഔട്ട്പുട്ട് എന്ത് കാണിക്കേണ്ടത്? എന്തു കാണിക്കണ്ടേ? ദർ ഈസ് നോ പാർക്കിംഗ് സ്പേസ് എന്ന് കാണിക്കേണ്ടത് ആണോ? ഇത് ക്ലിയർ ആയോ പറഞ്ഞത്? ഈ പറഞ്ഞത് ആർക്കെങ്കിലും മനസ്സിലാവത്തുണ്ടോ? ഈ കാർ പാർക്കിങ്ങിൻ്റെ എക്സാമ്പിൾ പറഞ്ഞ ആർക്കെങ്കിലും മനസ്സിലാവത്തുണ്ടോ? ഇനി ഇത്ര സ്പീഡിൽ പോയത് കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് പറഞ്ഞത് കൊണ്ട് മാത്രമാണ്. ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കുക. ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചോദിച്ച് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോവാം. ഇത് ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പ് കൗണ്ടർ ആൻഡ് ഡൗൺ കൗണ്ടർ. അപ്പ് കൗണ്ടർ എന്ന് പറയുമ്പോഴത്തേന് +1 +1 ആഡ് ചെയ്യുന്നു. ഡൗൺ കൗണ്ടർ നമ്പർ -1 -1 സബ്ട്രാക്ട് ചെയ്യുന്നു. സോ
കൗണ്ടറിൻ്റെ വാല്യൂ പ്രീസെറ്റ് വാല്യൂ റീച്ച് ചെയ്യുമ്പോഴത്തേന് നമുക്ക് അവിടെ ഔട്ട്പുട്ട് കിട്ടുന്നു. അപ്പോൾ ആ ഡൗൺ കൗണ്ടറിനകത്താണെങ്കിലും അപ്പ് കൗണ്ടറിനകത്താണെങ്കിലും സെറ്റ് ചെയ്തിരിക്കുന്ന വാല്യൂ കിട്ടുമ്പോൾ ഇപ്പോൾ ഈ കാർ പാർക്കിനകത്ത് ഔട്ട്പുട്ട് എന്തുവാ വേണ്ടത്? ഡിസ്പ്ലേക്കകത്ത് വാട്ട് ഷുഡ് ബി ഷോൺ? എന്താണ് ഡിസ്പ്ലേക്കകത്ത് കാണിക്കണ്ടേ? ഡിസ്പ്ലേക്കകത്ത് എന്താ കാണിക്കണ്ടേ? ദർ ഇസ് നോ സ്പേസ്. പിന്നെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു, അടുത്ത സെക്ഷൻ പറഞ്ഞു റിലേ പറഞ്ഞായിരുന്നു. റിലേ എന്താണ്? റിലേ വാട്ട് ഈസ് റിലേ? റിലേ എന്തായിരുന്നു പറഞ്ഞത്? റിലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? റിലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു? ഒരു സർക്യൂട്ട് നമുക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാനുവൽ കണക്ഷൻ അല്ലാതെ ഇൻറ്റേർണലി നമുക്ക് ഒരു കണ്ടീഷൻസോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു കണ്ടീഷൻസ് വെച്ച് നമുക്കിപ്പോൾ ഇത്ര കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ ഇത് കിട്ടാവുള്ളൂ. അങ്ങനെ ഒരു റിലേ സ്വിച്ച് വെക്കാൻ പറ്റും. ഓട്ടോമാറ്റിക്കലി നമുക്കത് സർക്യൂട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റും. എന്താണ് റിലേ? എന്താണ് റിലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സർക്യൂട്ട് നമുക്ക് എന്താ പറയും, എന്ത് ചെയ്യാൻ പറ്റും? ബ്രേക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് ആപ്ലിക്കേഷൻ വരുന്നത് PLCക്കകത്ത് നമുക്ക് ഇൻറ്റേർണൽ റിലേ ആയിട്ട് വരും. നമുക്കൊരു എക്സാമ്പിൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു. ഞാനൊരു സർക്യൂട്ട് വരയ്ക്കാം. അപ്പോൾ സർക്യൂട്ടിൻ്റെ മീനിങ് നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു ഇൻപുട്ട് 1, ഇൻപുട്ട് 2, എന്നിട്ട് ഇവിടെ ഞാൻ ഇൻറ്റേർണൽ റിലേ 1, എന്നിട്ട് ഞാൻ ഇവിടെ ഒരു ഇൻപുട്ട് കൂടെ കൊടുക്കുന്നു, ഇൻപുട്ട് 3, എന്നിട്ട് ഇൻറ്റേർണൽ റിലേ IR1 അടുത്ത് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ ഇൻപുട്ട് ആൻഡ് ചെയ്തിട്ട് ഇൻപുട്ട് 4 കൊടുക്കുന്നു. ദെൻ ഞാൻ കൊടുക്കുന്നത് ഔട്ട്പുട്ടാണ്. അപ്പോൾ ഇതിനകത്ത് ഏതാണ് റിലേ? IR1 എന്ന് വെച്ചാണ് എന്താണ്? ഇൻറ്റേർണൽ. എന്താണ് IR1? ഇൻറ്റേർണൽ റിലേ. കണ്ടോ? അപ്പോൾ ഇതാണ് ഇതിനകത്ത് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? റിലേ എന്താണെന്ന് നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ കണ്ടിട്ട് എന്താ മനസ്സിലായത്? ആരാ പറയുക? ഞാൻ പറയുന്ന ആൾ പറഞ്ഞാൽ മതി. ഓക്കെ, ഗോകുൽ സുരേഷ്. ഈ റിലേ എന്ന് പറയുന്ന ഇൻറ്റേർണൽ റിലേ എന്ന് പറയുന്നത് ഞാൻ ഈ വരച്ചിരിക്കുന്ന സർക്യൂട്ട് വെച്ചിട്ട് നിനക്ക് എന്ത് മനസ്സിലായി? ഗോകുൽ സുരേഷ്. ഹലോ സർ. ഞാൻ ഇപ്പോൾ ഈ വരച്ചേക്കുന്ന ഫിഗർ ഉണ്ടല്ലോ, ഈ ലാഡർ ഡയഗ്രം വരച്ചേക്കുന്നുണ്ടല്ലോ, ഈ ലാഡർ ഡയഗ്രത്തിനകത്തുനിന്ന് ഇൻറ്റേർണൽ റിലേ എന്താണെന്ന് നിനക്ക് മനസ്സിലായി? അതിനകത്തുനിന്ന് ഇൻറ്റേർണൽ റിലേയുടെ ഫംഗ്ഷൻ എന്താണ്? ഇൻപുട്ട് 1 കൊടുക്കുമ്പോൾ 2 സാർ എന്ന് വെച്ചാൽ ഇത് റിലേ എന്ന് വെച്ചാൽ ഇതായി കഴിയുമ്പോഴത്തേന് കട്ട് ചെയ്യും. അതായത് ഇൻറ്റേർണൽ റിലേ ഓൺ ആവണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ കണ്ടീഷൻസ്, ഏതൊക്കെ ഇൻപുട്ട് വന്നെങ്കിൽ മാത്രമേ ഇൻറ്റേർണൽ റിലേ ഓൺ ആവത്തുള്ളൂ? 1 ഉം 2 ഉം അല്ലെങ്കിൽ 3 ഉം 2 ഉം അല്ലേ? ഐദർ ഇൻപുട്ട് 1 and 2 ഹൈ ആവണം, അല്ലെങ്കിൽ ആ ഇൻപുട്ട് 3 and 2 ഹൈ ആണെങ്കിൽ മാത്രമേ ഇൻറ്റേർണൽ റിലേ ആക്ടിവേറ്റ് ആകത്തുള്ളൂ. ആണോ? ഇൻറ്റേർണൽ റിലേ ആക്ടിവേറ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ആക്ടിവേറ്റ് ആകത്തുള്ളൂ? ഇൻറ്റേർണൽ റിലേ ആക്ടിവേറ്റ് ആവണം. ഇൻപുട്ട് 4 ആക്ടിവേറ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ആക്ടിവേറ്റ് ആകത്തുള്ളൂ? എന്ത് ആക്ടിവേറ്റ് ആയിട്ടുള്ളൂ? ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. ഈ റിലേ എന്ന് പറയുന്ന സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം എന്താ അറിയോ? ഇപ്പം 4-5 കണ്ടീഷൻ നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രോബ്ലം തരുക. ഈ പ്രോബ്ലത്തിനകത്ത് ഒരു 4 to 5 കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് 4-5 കണ്ടീഷൻസിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ 4-5 കണ്ടീഷൻസ് ഒരു റിലേ ആയിട്ട് കൊടുത്തിട്ട് ആ കണ്ടീഷൻസ് എല്ലാം ഒരു റിലേ ആയിട്ട് കൊടുക്കുക. ആ റിലേ ഓൺ ആവുകയാണെങ്കിൽ മാത്രം നമ്മൾ ഔട്ട്പുട്ട് ഓൺ ആകും എന്നുള്ളൊരു രീതിയിൽ നമുക്ക് പ്രോഗ്രാം ലാഡർ ഡയഗ്രം വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു റിലേ എന്ന് പറയുന്ന സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും പറയുന്നത്. ഇപ്പം നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്ന ഒരു പ്രോഗ്രാം ചെയ്യാൻ പോവാണ്. ആ പ്രോഗ്രാമിനകത്ത് ഇൻറ്റേർണൽ റിലേ എന്ന് പറയുന്ന സംഭവം വരുന്നുണ്ട്. അപ്പോൾ ഇൻറ്റേർണൽ റിലേയുടെ ഫംഗ്ഷൻ എന്തുവാ? വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഇൻറ്റേർണൽ റിലേ? ആരാ പറയുന്നത്? ഞാൻ പറയുന്ന ആൾ പറഞ്ഞാൽ മതി. വിവേക് നായർ. ഇൻറ്റേർണൽ റിലേയുടെ ഫംഗ്ഷൻ എന്തുവാ വിവേക് നായർ?
അത് ഏതെങ്കിലും ടെമ്പറേച്ചർ അങ്ങനെ എന്തെങ്കിലും കൂടുമ്പോ സർക്യൂട്ട് ബ്രേക്ക് ആകും. ബ്രേക്ക് ആവുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു റിലേ ആക്ടിവേറ്റ് ആണെങ്കിൽ ഒരു പ്രീസെറ്റ് കണ്ടീഷൻസ് ഉണ്ട് അല്ലേ? ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ റിലേ വർക്ക് ആവത്തില്ല. റിലേ വർക്ക് ആയില്ലെങ്കിൽ നമുക്ക് ആ റിലേനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഔട്ട്പുട്ട് വരുന്നത്. ആണോ? സോളമൻ പീറ്റർ എന്താണ് ഞാനിപ്പോൾ പറഞ്ഞത്? ഞാനിപ്പോൾ എന്തോ പറഞ്ഞുകൊണ്ടിരുന്നത്? റിലേ നമുക്ക് ഇവിടെ റിലേയുടെ ആവശ്യം എന്തുവാ PLC-ക്കകത്ത്? PLC-ക്കകത്ത് നമുക്ക് റിലേ എന്തിനാണ് ഉപയോഗിക്കുന്നത്? വാട്ട് ഈസ് ദ ഫങ്ഷൻ? ഒരു എക്സാമ്പിൾ പറ. എന്താ ഇപ്പം പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ചാൽ പറ. സോളമൻ പീറ്റർ. ആ പറഞ്ഞു ആൻസർ പറഞ്ഞു. റിലേ നമ്മൾ ഉപയോഗിക്കുന്നത് പർട്ടിക്കുലർ കണ്ടീഷൻ വരുമ്പോ അത് അല്ലെങ്കിൽ ഓഫ് ആക്കാൻ നിർത്തും. ഓഫ് ആക്കുമ്പോ ഇപ്പൊ ഈ ഒരു സർക്യൂട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നീ. ഈ ഒരു സർക്യൂട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. ഇന്ന് വണ്ണിനും ടൂവിനും ഒന്നാക്കും. ഓക്കെ, അല്ലെങ്കിൽ മൂന്നിനും രണ്ടിനും മാത്രമേ ഇന്റേണൽ റിലേ ആക്ടിവേറ്റ് ആവത്തുള്ളൂ. ആണല്ലോ? അപ്പൊ ഇന്റേണൽ റിലേ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഇന്റേണൽ റിലേ ആക്ടിവേറ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ആക്ടിവേറ്റ് ആവത്തുള്ളൂ? ഔട്ട്പുട്ട് ആക്ടിവേറ്റ്. ഓക്കെ, ഇനി ഞാൻ ലാസ്റ്റ് പറഞ്ഞത് ഡേറ്റ ഹാൻഡ്ലിംഗ്, ഡേറ്റ മൂവ്മെൻറ്റിനോട്ടുള്ള കമാൻഡ് പറഞ്ഞപ്പോൾ ഞാനൊരു കമാൻഡ് പറഞ്ഞായിരുന്നു. എന്തുവായിരുന്നു ഡേറ്റ മൂവ്മെൻറ്റിൻ്റെ കമാൻഡ്? എന്തുവായിരുന്നു? ആരാ പറയുന്നത്? ഞാൻ പറയാം. ആദിൽ എന്നൊക്കെ, നമ്മുടെ ആദിൽ നസീം അല്ലേ? ആദിൽ നസീം ഡേറ്റ മൂവ്മെൻറ്റിൻ്റെ കമാൻഡ് എങ്ങനെയായിരുന്നു? ഡേറ്റ മൂവ്മെൻറ്റിൻ്റെ കമാൻഡ് എങ്ങനെയായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ വന്നായിരുന്നു അതിൽ? എങ്ങനെയായിരുന്നു? നമ്മുടെ ഒരു ഫോർമാറ്റ് ഒക്കെ പറഞ്ഞായിരുന്നു. ഒരു കമാൻഡ് പറഞ്ഞിട്ട് കമാൻഡിനകത്ത് 2 കോളം ഒക്കെ പറഞ്ഞിട്ട് എങ്ങനെയായിരുന്നു അത്? ഓർമ്മയുണ്ടോ? നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുന്നു അല്ലേ? ആ ഇൻപുട്ട് കൊടുക്കുമ്പോഴത്തേന് നമുക്ക് MOV എന്ന് പറഞ്ഞ കമാൻഡ് ഉപയോഗിക്കുന്നു അല്ലേ? MOV എന്ന് പറഞ്ഞ കമാൻഡ് കിട്ടുമ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് എസ് ആണ്. എസ് എന്ന് വെച്ചാൽ എന്തുവാണ്? സോഴ്സ് അഡ്രസ്സ് അല്ലേ? ഇവിടെ എന്താണ്? ഡിയിൽ എന്താ കൊടുക്കുന്നത്? ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് അല്ലേ? അപ്പോൾ ഈ ഒരു ഇൻപുട്ട് കൊടുക്കുമ്പോഴത്തേന് എന്ത് സംഭവിക്കും? ഈ സോഴ്സ് ഇപ്പോൾ ഞാൻ 707:0:2 ഇവിടെ ഞാൻ ഇടയ്ക്ക് ഡെസ്റ്റിനേഷൻ നമ്പർ 708 കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്തുവാ? ഇവിടെ ഒരു ഇൻപുട്ട് കൊടുക്കുന്നു, ഇൻപുട്ട് 1 കൊടുക്കുന്നു. ഇൻപുട്ട് 1 കൊടുക്കുമ്പോൾ വാട്ട് ഹാപ്പൻ ഹിയർ? എന്താ ഇവിടെ സംഭവിക്കുന്നത്? ആദിൽ നസീം പറ. ഇൻപുട്ട് 1 കൊടുക്കുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആദിൽ നസീം പറ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇൻപുട്ട് 1 കൊടുക്കുമ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? പറഞ്ഞോ. ഡേറ്റ എവിടെ ഇരിക്കുന്ന ഡേറ്റ എങ്ങോട്ട് മൂവ് ചെയ്യും? എസ്സിൽ നിന്ന് ഡിയിലോട്ട് മൂവ് ചെയ്യും. ഓക്കെ ആണല്ലോ? അപ്പോൾ അത് പറഞ്ഞു. ഇനി നമുക്ക് ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? കൺട്രോൾ വിത്ത് PLC കൺട്രോൾ. നമ്മളൊരു ബ്ലോക്ക് ഡയഗ്രം ഒക്കെ പഠിച്ചായിരുന്നു. ഓർമ്മയുണ്ടോ ആദിൽ നസീമേ?
നമ്മളൊരു ക്ലോസ് ലൂപ്പ് സിസ്റ്റം എങ്ങനെ ആയിരിക്കും? നമ്മൾ സാധാരണ ഒരു സെറ്റ് വാല്യൂ കൊടുക്കുന്നു അല്ലേ, സെറ്റ് വാല്യൂ കൊടുക്കുന്നു. എന്നിട്ട് അവിടുന്ന് നമ്മൾ എന്തുവാ ഒരു കൺട്രോളർ ഉണ്ട് അല്ലേ, കൺട്രോളർ ഉണ്ട്. പിന്നെ ആ കൺട്രോളറിൽ നിന്ന് എങ്ങോട്ട് കൊടുക്കും? ആക്ച്വേറ്ററിലോട്ട് കൊടുക്കുന്നു. ആക്ച്വേറ്റർ ആ പ്രോസസ്സ് ചെയ്യുന്നു അല്ലേ, ആ പ്രോസസ്സ് ചെയ്യുന്നു. ആ പ്രോസസ്സ് ചെയ്യുന്നത് കറക്റ്റാണോ എന്ന് നമ്മൾ മെഷർ ചെയ്യുന്നു അല്ലേ. മെഷർ ചെയ്തിട്ട് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഇങ്ങോട്ട് കൊടുക്കുന്നു അല്ലേ. ഇവിടെ നമ്മൾ PLC വരുമ്പോഴത്തേന് ഈ കൺട്രോളറിനെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ എന്തോ ആക്കുന്നു? അവിടെ കൺട്രോളറിനെ റീപ്ലേസ് ചെയ്തിട്ട് എന്തോ ആക്കുന്നു? കൺട്രോളറിനെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ അവിടെ എന്തോ ആക്കുന്നു? കൺട്രോളറിനെ റീപ്ലേസ് ചെയ്തിട്ട് PLC ആക്കുന്നു. പക്ഷേ PLCക്ക് ഡയറക്റ്റ് സിഗ്നൽ എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? PLC നമ്മൾ ഇവിടുന്ന് കിട്ടുന്ന അനലോഗ് സിഗ്നലിന് നമ്മൾ എന്തെടുക്കുന്നു? അനലോഗ് സിഗ്നലിന് ഒരു ADC വെച്ച്, എന്താണ്, അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ യൂസ് ചെയ്ത് കൺവേർട്ട് ചെയ്തിട്ടാണ് PLC അത് കൊടുക്കുന്നത്. അതിനുശേഷം ഇവിടെ ഇവിടെ എന്തുണ്ട്? ഇവിടെ എന്തുണ്ട്? ഇവിടെ എന്തുണ്ട്? ഇവിടെ എന്താ ഉള്ളത്? DAC എന്ന് വെച്ചാൽ എന്തുവാ? ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ അല്ലേ. എന്നിട്ട് ഈ കിട്ടുന്ന ഫീഡ്ബാക്ക് നമ്മൾ എങ്ങോട്ടാണ് കൊടുക്കുന്നത്? ഈ മെഷർ ചെയ്ത് കിട്ടുന്ന ഫീഡ്ബാക്ക് നമ്മൾ എങ്ങോട്ടാണ് കൊടുക്കുന്നത്? ഈ മെഷർ ചെയ്ത് കിട്ടുന്ന ഫീഡ്ബാക്ക് നമ്മൾ എങ്ങോട്ടാണ് കൊടുക്കുന്നത്? പറഞ്ഞ് PLCയിലോട്ട് കൊടുക്കുന്നു അല്ലേ, ആണോ? ഈ മെഷർ ചെയ്തിട്ട് ഫീഡ്ബാക്ക് നമ്മൾ PLCയിലോട്ട് കൊടുക്കുന്നു. ഇവിടെ വരെയാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയതാണോ? അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ എഴുതിയാലോ? ഇത്രയും ക്ലിയർ ആയോടാ, ഇത്രയും കാര്യങ്ങൾ PLCനെ പറ്റി എന്നെക്കൊണ്ട് പറയാൻ പറ്റുന്ന രീതിയിൽ, നിങ്ങൾക്ക് ആവശ്യമുള്ള പറയുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇത്രയൊക്കെ നിങ്ങൾ പഠിച്ചാൽ മതി. ഇനി കുറച്ച് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക. പിന്നെ ഒരു ഇച്ചിരി കാര്യങ്ങളുണ്ട് PLCയുടെ അഡ്വാൻറ്റേജസ്, അതിൻ്റെ സെലക്ഷൻ ഓഫ് PLC, അതൊക്കെ തിയറിയാണ്, അത് സിമ്പിളായിട്ട് പഠിക്കാവുന്നുള്ളൂ. അപ്പോൾ ഇത്രയും ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എഴുതാം നോട്ട്ബുക്കിനകത്തോട്ട്. എന്തെങ്കിലും സംശയമുണ്ടോ? ഇത്രയും പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഓക്കെ പറഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യൻ എഴുതുക. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, ക്ലിയർ ആണോ? കണക്ഷൻ പോയോ? ഹലോ, അഭിജിത്ത്, ലാൽ, അഭിഷേക്, ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഏതാ മനസ്സിലായി സാർ? ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, എന്നാൽ ഈ ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഡ്രോ റിലേ ഡയഗ്രാം ഫോർ ദ ഫോളോയിങ് സീക്വൻഷ്യൽ ഓപ്പറേഷൻ. സ്റ്റാർട്ട് ബട്ടൺ പ്രസ്ഡ്, ടേബിൾ മോട്ടർ സ്റ്റാർട്ടഡ്, package moves to the position of limit switch and stops. Auxiliary features are emergency stop, red light to indicate the stop condition and green light to indicate the package moving condition. അത്ര എഴുതിയാൽ മതി. ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ആദ്യം എഴുതിയിട്ട് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. ക്വസ്റ്റ്യൻ ആദ്യം യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്, 10 മാർക്സ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. സ്റ്റാർട്ട് ബട്ടൺ പ്രസ്ഡ്. സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എന്തും അവിടെ മൂവ് ചെയ്യേണ്ടത്? സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എന്തുവാ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? മോട്ടർ പറ, ടേബിൾ മോട്ടർ സ്റ്റാർട്ട് ആവണം. അതിനുശേഷം നമ്മൾ ആ ഒരു കൺവെയർ ബെൽറ്റാണ്, മോട്ടർ സ്റ്റാർട്ട് ആകുമ്പോൾ അതിൻ്റെ പുറത്തൊരു കൺവെയർ ഉണ്ട്. ആ കൺവെയറിൻ്റെ പുറത്തിരിക്കുന്ന പാക്കേജ് മൂവ് ചെയ്യണം. ഒരറ്റത്തു നിന്ന് വേറൊരറ്റം വരെ മൂവ് ചെയ്യുന്നു. വേറൊരു അറ്റം വരെ മൂവ് ചെയ്യുമ്പം മൂവ് ചെയ്യേണ്ട ഒരു മാക്സിമം പൊസിഷനുണ്ട്. ആ മാക്സിമം പൊസിഷനിൽ എത്തുന്ന സമയത്ത് അവിടെ ഒരു ലിമിറ്റ് സ്വിച്ച് വെച്ചിട്ടുണ്ട്. ആ ലിമിറ്റ് സ്വിച്ചിൽ എത്തുമ്പോഴത്തേന് എന്തുവാ മോട്ടോർ സ്റ്റോപ്പ് ആവണം. മനസ്സിലായോ? അപ്പോൾ ഈ സ്റ്റോപ്പ് ആവുന്ന സമയത്ത് പെട്ടെന്ന് റെഡ് ലൈറ്റ് കത്തണം. മോട്ടോർ റൺ ചെയ്യുന്ന സമയത്ത് ഗ്രീൻ ലൈറ്റും കത്തണം. ഇതാണ് എൻ്റെ റിക്വയർമെൻറ്റ്. ആ റിക്വയർമെൻറ്റ് മനസ്സിലായോ? എന്താണ് ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായോ? ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞോ?
ഹലോ സജിൻ പോൾ ഉണ്ടോ ഇതിനകത്ത്? സജിൻ പോൾ ഉണ്ടോ? സജിൻ പോൾ. ദിവ്യ എസ് പ്രകാശ് ഉണ്ടോ? ദിവ്യ എസ് പ്രകാശ് ഉണ്ടോ? ദിവ്യ എസ് പ്രകാശ്. ദിവ്യ എസ് പ്രകാശ് ഉണ്ടോ? സജിൻ പോൾ ഉണ്ടോ? ഈ ഇല്ലാത്ത ആൾക്കാരൊക്കെ. സജിൻ ഉണ്ടോ? സജിന്റെ മൈക്ക് കംപ്ലൈന്റ് ആണോ? ദിവ്യ വിളിക്കുന്നുണ്ടായി പിന്നെ ഉണ്ടായിരുന്നത്. ഓക്കെ ഓക്കെ, ദിവ്യ വന്നിട്ടില്ല അല്ലേ? ഓക്കെ ശരി. സജിന നിനക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞത്? ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞോ എല്ലാവരും? ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞോ? ക്വസ്റ്റ്യൻ സജിന, ഈ ക്വസ്റ്റ്യൻ എന്തുവാടാ ഒന്ന് പറയാമോ? എനിക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ എന്താ ക്വസ്റ്റ്യൻ എന്ന്? സജിൻ, ഈ ക്വസ്റ്റ്യൻ എന്താണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? കേൾക്കുന്നില്ല. സജിൻ പോൾ, ഇടയ്ക്ക് എവിടെയോ പോകുന്നുണ്ട്. ഓക്കെ, ആദിത്യൻ CS ഈ ക്വസ്റ്റ്യൻ ഒന്ന് പറയാമോ? എക്സ്പ്ലെയിൻ ചെയ്യാമോ? ആദിത്യൻ CS. എന്താ ക്വസ്റ്റ്യൻ എന്താ ഒന്ന് പറഞ്ഞോ, നീക്ക് മനസ്സിലായതൊന്ന് പറഞ്ഞേ. ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എന്താ മനസ്സിലായതെന്ന് പറഞ്ഞേ. Draw relay diagram for the following sequential operations. Start button pressed, table motor started, package moves to the position of the limit switch and stops. Auxiliary features required are emergency stop, red light to indicate stop condition, and green light to indicate. ഇത് പറ, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിനക്ക് എന്തോ ഇത് ഈ എന്തൊക്കെ ഓപ്പറേഷൻസ് ഇവിടെ ചെയ്യണ്ടേ? ആദ്യം നമ്മൾ എന്തോ ചെയ്യുന്നത്? ഫസ്റ്റ് നമ്മൾ എന്തോ ചെയ്യണ്ടേ? പ്രസ് സ്റ്റാർട്ട് ബട്ടൺ അല്ലേ? ആണ്. സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേന് എന്തോ ചെയ്യണ്ടേ? മോട്ടോർ വിൽ ബി സ്റ്റാർട്ട്. മോട്ടോർ സ്റ്റാർട്ടാവുന്നത്. മോട്ടോർ സ്റ്റാർട്ടാകുന്ന സമയത്ത് ഏത് ലൈറ്റ് കത്തണം? മോട്ടോർ സ്റ്റാർട്ടാകുന്ന സമയത്ത് ഏത് ലൈറ്റ് കത്തണം? ഗ്രീൻ ലൈറ്റ് കത്തണം. ഗ്രീൻ ലൈറ്റ് കത്തണം ആണല്ലോ. ഇനി നാലാമത്തെ ഇനി എന്തോ ചെയ്യണ്ടേ? മോട്ടോർ സ്റ്റാർട്ടായി. ഇനി പാക്കേജ് അതർ എൻഡിലെത്തി അല്ലേ? പാക്കേജ് അതർ എൻഡിലെത്തുമ്പോൾ എന്ത് ലിമിറ്റ്സ് അതർ എൻഡ് വെച്ചാൽ ലിമിറ്റ് സ്വിച്ചിൻ്റെ അവിടെ എത്തുമ്പോൾ എന്ത് സംഭവിക്കണം? മോട്ടോർ സ്റ്റോപ്പ് ആവണം. ആണോ ഞാനീ പറയുന്നത് ഫോളോ ചെയ്യുന്നുണ്ടോ? ലിമിറ്റ് സ്വിച്ചിൻ്റെ അതർ എൻഡിലെത്തുമ്പോൾ മോട്ടോർ സ്റ്റോപ്പ് ആവണം. മോട്ടോർ സ്റ്റോപ്പ് ആയി കഴിയുമ്പോഴത്തേന് എന്ത് വെക്കണം? മോട്ടോർ സ്റ്റോപ്പ് ആകുമ്പോഴത്തേന് റെഡ് ലൈറ്റ് കത്തണം. ഇത് കൂടാതെ ഒരു എമർജൻസി സ്റ്റോപ്പും വേണം. എന്താ അല്ലേ? ഇത് കൂടാതെ ഒരു എമർജൻസി സ്റ്റോപ്പ് ഉണ്ടല്ലോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എമർജൻസി സ്റ്റോപ്പ് ബട്ടണും കൂടെ ഉണ്ട്. ആണല്ലോ. ഇത്രയും കാര്യങ്ങളാണ്. ഞാൻ എഴുതി വെച്ചിരിക്കുന്ന 7 സ്റ്റെപ്സ് ക്ലിയർ ആയോ? ഈ 7 സ്റ്റെപ്സ് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഫിഗർ വരയ്ക്കാവുന്നതേ ഉള്ളൂ. 7 സ്റ്റെപ്സ് ക്ലിയർ ആയോ ആർക്കെങ്കിലും? സോളമൻ ഞാൻ ഈ പറഞ്ഞേക്കുന്നത് 7 സ്റ്റെപ്സ് ക്ലിയർ ആവോ?
ആദ്യം മോട്ടർ പ്രസ് ചെയ്യുന്നു, മോട്ടർ സ്റ്റാർട്ടാവുന്നു, മോട്ടർ സ്റ്റാർട്ടാകുമ്പോൾ ഗ്രീൻ ലൈറ്റ് കത്തുന്നു, അപ്പോൾ പാക്കേജ് അത് റെയിലെത്തുന്നു, അപ്പോൾ ലിമിറ്റ് സ്വിച്ച് എത്തുന്നു, അപ്പോൾ മോട്ടർ സ്റ്റോപ്പ് ആവുന്നു, റെഡ് ലൈറ്റ് കത്തുന്നു. പിന്നെ ലാസ്റ്റ് ഒരു കണ്ടീഷൻ വേണം, എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടെങ്കിൽ ഒരു എമർജൻസി സ്റ്റോപ്പും കൂടെ വേണം അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് വരച്ച് നോക്കിയാലോടാ. ഓക്കെ, ഒന്ന് വരച്ച് നോക്കാം. ആദ്യം 2 റെയിൽ അങ്ങ് വരയ്ക്കുക. അപ്പോൾ ഇനിഷ്യലി ഞാൻ കൊടുക്കുന്നത് എന്തുവാ? സ്റ്റാർട്ടല്ലേ? അപ്പോൾ ഞാൻ എന്ത് സ്വിച്ച് എടുക്കണ്ടേ? സ്റ്റാർട്ട് അടിക്കുമ്പോൾ എന്ത് സ്വിച്ച് എടുക്കണ്ടേ? സ്റ്റാർട്ടാകുമ്പോൾ ഓപ്പൺ സ്വിച്ച്. അപ്പം ഇനിഷ്യലി സ്റ്റാർട്ട് ആയിരിക്കുമ്പോൾ എന്തായിരിക്കും ഇത്? ഓഫ് ആയിരിക്കും ഇനിഷ്യലി. ഇത് എമർജൻസി സ്റ്റോപ്പൊക്കെ ഓഫായിട്ടിരിക്കണ്ടേ? എമർജൻസി സ്റ്റോപ്പ് ബട്ടൺ ഓഫായിരുന്നെങ്കിൽ മാത്രമല്ലേ സ്റ്റാർട്ടാക്കാൻ പറ്റത്തുള്ളൂ, ആണോ? എമർജൻസി സ്റ്റോപ്പ് ബട്ടൺ ഓഫായിരുന്നെങ്കിൽ മാത്രമല്ലേ ഈ സ്റ്റാർട്ടാക്കാം. നിങ്ങളിപ്പോൾ ഒരു എമർജൻസി സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്ത് വെച്ചിട്ട് സ്റ്റാർട്ട് ബട്ടണിൽ സ്റ്റാർട്ട് ചെയ്താൽ ഓണാവോ? മെഷീൻ ഓണാവോ? അല്ലെ സ്വിച്ച് ഓണാവോ? അപ്പം അടുത്ത കണ്ടീഷൻ എന്തുവാ? ഒരു എമർജൻസി സ്റ്റോപ്പ് ബട്ടൺ ഉണ്ടോ? എമർജൻസി സ്റ്റോപ്പ് ബട്ടൺ അത് നോർമലി എന്താണ്? ക്ലോസ്ഡ് ആയിട്ടിരിക്കുക. എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ മാത്രമേ അത് എന്താകത്തുള്ളൂ? ഓപ്പൺ ആകത്തുള്ളൂ. ഇനി വേറൊരു കണ്ടീഷൻ, ലിമിറ്റ് സ്വിച്ച് ഉണ്ട് അല്ലേ? സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ലിമിറ്റ് സ്വിച്ച് ക്ലോസ് ആയെങ്കിൽ മാത്രമേ സ്റ്റാർട്ട് ആകത്തുള്ളൂ, ആണോ? ലിമിറ്റ് സ്വിച്ച് ഇല്ലേ? ഒരു അറ്റത്ത് ലിമിറ്റ് സ്വിച്ച് ഇരിപ്പോ ഇല്ലേ? അപ്പോൾ ലിമിറ്റ് സ്വിച്ചും എന്തായിരിക്കണം? നോർമലി ലിമിറ്റ് സ്വിച്ച് എന്തായിരിക്കണം? നോർമലി ക്ലോസ്ഡ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ എന്താകത്തുള്ളൂ. അപ്പോൾ ഈ ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആണെങ്കിൽ ഇന്റേണൽ റിലേ 1 ആക്ടിവേറ്റ് ആകാൻ നമുക്ക് കൊടുക്കാമല്ലോ. ഇൻപുട്ട് കൊടുക്കുന്നു. പക്ഷേ ഇൻപുട്ട് കൊടുക്കുമ്പോൾ അറ്റ് എ ടൈം എമർജൻസി സ്റ്റോപ്പ് ഓഫ് ആയിരിക്കണം, അതുപോലെ തന്നെ ലിമിറ്റ് സ്വിച്ചും ഓഫ് ആയിരിക്കണം. അത്രയും കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ എന്ത് ആക്ടിവേറ്റ് ആവണം? ഇന്റേണൽ റിലേ ആക്ടിവേറ്റ് ആവണം. അപ്പോൾ ഈ ഇന്റേണൽ റിലേ ആക്ടിവേറ്റ് ആകുമ്പോഴത്തേന് നമുക്ക് ഇന്റേണൽ റിലേ IR1 എന്ന് കൊടുക്കാം. അത് ഇൻപുട്ട്. ഇന്റേണൽ റിലേ ആക്ടിവേറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യേണ്ടത്? ഗ്രീൻ ലൈറ്റ് കത്തണ്ടേ? ഗ്രീൻ ലൈറ്റ് കത്തുവാൻ വേണം. പിന്നെ മോട്ടർ റണ്ണാവണ്ടേ? ആണോ? അപ്പം ഇങ്ങനല്ലേ വരയ്ക്കണ്ടേ? ഇന്റേണൽ റിലേ ആക്ടിവേറ്റ് ആവുന്ന കണ്ടീഷൻ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്ത് എമർജൻസി സ്റ്റോപ്പ് ബട്ടൺ ഓഫാണ്, ലിമിറ്റ് സ്വിച്ചും ഓഫാണ്. അപ്പോൾ ഇന്റേണൽ റിലേ ആക്ടിവേറ്റ് ആയി, ആണോ? ഇന്റേണൽ റിലേ ആക്ടിവേറ്റ് ആവുന്ന സമയത്ത് ഏത് ലൈറ്റ് കത്തണം? ഗ്രീൻ ലൈറ്റ് കത്തണം. അപ്പോൾ ഇന്റേണൽ റിലേ ഗ്രീൻ ലൈറ്റിൻ്റെ ഇൻപുട്ട് എന്തുവാ കൊടുക്കണ്ടേ? ഇന്റേണൽ റിലേ അല്ലേ കൊടുക്കണ്ടേ? അതുപോലെ തന്നെ മോട്ടർ സ്റ്റാർട്ട് ആവണം. അപ്പോൾ അതിൻ്റെ ഇൻപുട്ട് എന്താ കൊടുക്കണ്ടേ? ഇന്റേണൽ റിലേ അല്ലേ കൊടുക്കണ്ടേ? ഇനി നമ്മൾ ഒരു കണ്ടീഷൻ, ഇനി നമ്മൾ എന്താ പറയുന്നത്? ഇനി നമ്മൾ ഈ സ്റ്റാർട്ട് പാക്കേജ് ഉണ്ടല്ലോ, പാക്കേജ് മൂവ് ചെയ്ത് അടുത്ത എൻഡിലെത്തി. അപ്പോൾ ആ ലിമിറ്റ് സ്വിച്ച് എന്താവും? ലിമിറ്റ് സ്വിച്ച് ഓപ്പൺ ആവും. അപ്പം ലിമിറ്റ് സ്വിച്ച് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇന്റേണൽ റിലേ എന്ത് സംഭവിക്കും? ഇന്റേണൽ റിലേ ക്ലോസ് ആവും. അപ്പം ഇന്റേണൽ റിലേ ക്ലോസ് ആകുമ്പോൾ ഈ IR1 ലിമിറ്റ് സ്വിച്ച് ക്ലോസ് ആവുന്ന സമയത്ത് എന്താവണം?
എന്താവണം? റെഡ് ലൈറ്റ് കത്തണം അല്ലേ? അപ്പം നമുക്ക് ലാസ്റ്റ് എന്തുവാ? അപ്പം ഇതൊന്ന് വായിച്ചു നോക്കി ഈ പ്രോഗ്രാം. ഇതാണ് ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ നോക്കി, സ്റ്റാർട്ട് ബട്ടൺ ഞെക്കുന്നു. സ്റ്റാർട്ട് വെക്കുന്ന സമയത്ത് എമർജൻസി സ്റ്റോപ്പും ഓഫ് ആയിരിക്കണം, പിന്നെ ലിമിറ്റ് സ്വിച്ച് ഓഫ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രം എന്ത് ഓണാകും? ആ കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ മാത്രം എന്ത് ഓണാവും? അങ്ങനെയാണെങ്കിൽ ആ കണ്ടീഷൻ നോക്കി ഇന്നർ റിലേ ഓൺ. ഇന്നർ റിലേ ഓൺ ആവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇന്റേണൽ റിലേ ഓൺ ആവുകയാണെങ്കിൽ ഗ്രീൻ ലൈറ്റ് കത്തും. അതുപോലെ തന്നെ എന്ത് സംഭവിക്കും? ഗ്രീൻ ലൈറ്റ് കത്തും, മോട്ടർ ഓൺ ആവും. അതൊരു കണ്ടീഷൻ കഴിഞ്ഞു. ഇനി അടുത്ത മോട്ടർ നമ്മുടെ ഈ പാക്കേജ് മൂവ് ചെയ്ത് അതിൻ്റെ അടുത്ത എൻഡിലെത്തി കഴിയുമ്പോഴത്തേന് അവിടെ ലിമിറ്റ് സ്വിച്ച് എന്ത് സംഭവിക്കും? ലിമിറ്റ് സ്വിച്ച് എന്ത് സംഭവിക്കും? ലിമിറ്റ് സ്വിച്ച് ഓപ്പൺ ആകും. ലിമിറ്റ് സ്വിച്ച് ഓപ്പൺ ആകുമ്പോഴത്തേന് നമുക്ക് ഇവിടെ ഈ ലിമിറ്റ് സ്വിച്ച് ഓപ്പൺ ആയി. അപ്പോൾ ഇവിടെ മോട്ടർ റൊട്ടേറ്റ് ചെയ്യുമോ? ലിമിറ്റ് സ്വിച്ച് ഓപ്പൺ ആയി അപ്പോൾ മോട്ടർ റൊട്ടേറ്റ് ചെയ്യുമോ? ഇല്ല. മനസ്സിലായില്ലേ? ഇത് ഒറ്റ ടൈം, പിന്നെ ആദ്യം മുതൽ ഇതിങ്ങനെ ഒരു സൈക്കിൾ കഴിഞ്ഞിട്ട് പിന്നെ ഇത് റീഡ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ് റീഡ് ചെയ്യുമ്പോഴത്തേന് എന്താ പറയുന്നത്, മോട്ടർ റൊട്ടേറ്റ് ചെയ്യും, ഗ്രീൻ ലൈറ്റ് കത്തും. സെക്കൻഡ് റീഡ് ചെയ്യുമ്പോഴത്തേന് ഇൻറ്റേർണൽ റിലേ ഓഫായി. അപ്പുറത്തെ കണ്ടീഷനിൽ എത്തി കഴിയുമ്പോഴത്തേന് ഇൻറ്റേർണൽ റിലേ ഓഫായി. അപ്പോൾ ഇൻറ്റേർണൽ റിലേ ഇവിടെ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ മോട്ടർ കറങ്ങുമോ? ഇല്ല. മോട്ടർ റൊട്ടേറ്റ് ചെയ്യുമോ? ഇല്ലയോ? ഇല്ല. അപ്പോൾ അതുപോലെ തന്നെ ഇൻറ്റേർണൽ റിലേ ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ലൈറ്റും കത്തണം? റെഡ് ലൈറ്റും കത്തണം. സിമ്പിൾ അല്ലേ ഇത് എഴുതാൻ? അപ്പോൾ ഇത് എഴുതണമെങ്കിൽ ഈ ഡയറക്റ്റ് ലാഡർ പ്രോഗ്രാം എഴുതി കഴിഞ്ഞ് തെറ്റിപ്പോവും. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? എന്തൊക്കെ സ്റ്റെപ്പുകളുണ്ടെന്ന് ആദ്യമേ ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇത് തന്നെ നോട്ട്ബുക്കിനകത്തോടെ എഴുതിക്കേ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുന്നു. സെക്കൻഡ് സ്റ്റെപ്പ് മോട്ടർ വിൽ ബി സ്റ്റാർട്ടഡ്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേന് മോട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഗ്രീൻ ലൈറ്റ് കത്തണം. പിന്നെ ഫോർത്ത് സ്റ്റെപ്പ് പാക്കേജ് ലിമിറ്റ് സ്വിച്ച് ആക്ടിവേറ്റ് ആവുന്നു, മോട്ടർ സ്റ്റോപ്പ് ആവുന്നു. മോട്ടർ സ്റ്റോപ്പ് ആകുമ്പം റെഡ് ലൈറ്റ് കത്തണം. ലാസ്റ്റത്തെ ഒരു എമർജൻസി സ്വിച്ചും കൂടെ വേണം. ഇത്രയും സ്റ്റെപ്സുകൾ എഴുതുക. അതിന് കറസ്പോണ്ടിങ് ഡയഗ്രാം മനസ്സിലാക്കി തനിയെ വരയ്ക്കുക. 2 മിനിറ്റ് സമയം തരാം, മനസ്സിലാക്കി തനിയെ വരയ്ക്കുക. സെലക്ഷൻ ഓഫ് PLC. ഓക്കെ, ഇപ്പോൾ PLC എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് PLC സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഫാക്ടേഴ്സ് നമുക്ക് കൺസിഡർ ചെയ്യണം. ആ ഫാക്ടേഴ്സിൻ്റെ ബേസിലാണ് PLCയുടെ ഏത് ടൈപ്പ് PLC ആണ് നമുക്ക് വേണ്ടതെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഫസ്റ്റ് വൺ നമ്മുടെ സിസ്റ്റം സ്പെസിഫിക്കേഷനാണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സിസ്റ്റത്തിനകത്ത് ഇപ്പോൾ ചിലപ്പോൾ ടെമ്പറേച്ചറോട് റിലേറ്റ് ചെയ്യുന്നതായിരിക്കും, ചിലപ്പോൾ പ്രഷറോട് റിലേറ്റ് ചെയ്യുന്നതായിരിക്കും, അപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഹീറ്റോട് റിലേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതനുസരിച്ചുള്ള PLC, അപ്പോൾ അതിൻ്റെ സെൻസറും കാര്യങ്ങളും ഡിഫറൻറ്റ് വരും, അതിൻ്റെ ആക്ച്വേറ്ററും ഡിഫറൻസ് വരും. അപ്പോൾ അതനുസരിച്ചുള്ള PLC ആയിരിക്കും നമുക്ക് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഫാക്ടർ എന്താണ്? എല്ലാവരും എൻ്റെ കൂടെ തന്നെ പറയണം. ഫസ്റ്റ് ഫാക്ടർ ടു ബി കൺസിഡർ വെൻ ദ സെലക്ഷൻ ഓഫ് PLCs സിസ്റ്റം സ്പെസിഫിക്കേഷൻ. ഓക്കെ, സിസ്റ്റം സ്പെസിഫിക്കേഷൻ ഒന്നുകൂടെ പറഞ്ഞേ. ഫസ്റ്റ് ഫാക്ടർ എന്താണ്? സ്പെസിഫിക്കേഷൻ. സെക്കൻഡ് ഫാക്ടർ, നമ്മൾ ഏത് എൻവയോൺമെൻറ്റിലാണ് ഇത് ഉപയോഗിക്കാൻ പോകുന്നതെന്നുള്ളത്. അതായത് എൻവിറോൺമെൻറ്റൽ കണ്ടീഷൻസ്. അതായത് എക്സ്ട്രീം കണ്ടീഷൻ ആണോ, അല്ലെങ്കിൽ അത് അല്ലെങ്കിൽ ഹ്യൂമിഡ് കണ്ടീഷൻ ആണോ, അങ്ങനെ ഏത് കണ്ടീഷൻ, ഇപ്പോൾ ഹോട്ടാണോ അല്ലെങ്കിൽ കോൾഡ് ആണോ, അങ്ങനെയുള്ള കണ്ടീഷൻസ് അത് നോക്കണം. അപ്പോൾ ആ ഒരു കണ്ടീഷൻസിന് സർവൈവ് ചെയ്യാൻ പറ്റുന്ന റോബസ്റ്റ് ആയിട്ടുള്ള PLCs വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്? സിസ്റ്റം സ്പെസിഫിക്കേഷൻ. സെക്കൻഡ് വൺ എന്ന് വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന കണ്ടീഷൻ ഏത് ടൈപ്പ് കണ്ടീഷനാണ്, മോയ്സ്ചർ കൂടുതലുള്ള കണ്ടീഷനാണോ, അതോ ഹോട്ട് കണ്ടീഷനാണോ, അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചറാണോ, അല്ലെങ്കിൽ ഹൈ പ്രഷറാണോ, അതോ വാട്ടർ, അങ്ങനെയുള്ള ഏതാണോ അതനുസരിച്ചുള്ളത് നമ്മൾ ആ ഒരു ഫാക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ADC
ഡിവൈസസ് റിക്വയർഡ്. അപ്പോൾ ചില PLCക്ക് നമുക്കിപ്പോൾ ADC ഡിവൈസസ്, ഏത് ടൈപ്പ് ഓഫ് ADC നമ്മൾ ADC എന്തുവാ, അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ അല്ലെങ്കിൽ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ, അങ്ങനെയുള്ള ഡിവൈസിൻ്റെ സ്പെസിഫിക്കേഷനൂടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം ഈ ഒരു PLC സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊരു ഫാക്ടർ. നാലാമത്തെ ഫാക്ടർ ടൈപ്പ് ഓഫ് CPU റിക്വയർഡ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന CPU എത്ര ബിറ്റിൻ്റെ ആണ്, 8 ബിറ്റിൻ്റെ ആണോ 16 ബിറ്റിൻ്റെ ആണോ അല്ലെങ്കിൽ ആ ഒരു 36 ബിറ്റിൻ്റെ ആണോ, അപ്പോൾ എത്ര ബിറ്റിൻ്റെ CPU ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ആ ഒരു CPUനായിട്ട് കോമ്പാക്റ്റബിൾ ആവുന്ന PLCs വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ എന്തൊക്കെയാണ്, ഒന്നാമത്തെയാണ് സിസ്റ്റം സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞേ, കൂടെന്ന് പറഞ്ഞേ. ഫസ്റ്റ് വൺ സിസ്റ്റം സ്പെസിഫിക്കേഷൻ, അതായത് സെക്കൻഡ് വൺ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് ലൈക്ക് എക്സ്ട്രീം കണ്ടീഷൻ, ഹ്യൂമിഡ് കണ്ടീഷൻ അല്ലെങ്കിൽ ഹോട്ട് കോൾഡ് അങ്ങനെയുള്ള കണ്ടീഷൻ. മൂന്നാമത്തത് ADC ഡിവൈസ്, ADC അൺലോക്ക് ടു ഡിജിറ്റൽ അങ്ങനെയുള്ള ഡിവൈസസിൻ്റെ റിക്വയർമെൻറ്റ്. പിന്നെ CPU-യുടെ റിക്വയർമെൻറ്റ്. പിന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻപുട്ട് ഔട്ട്പുട്ട് മൊഡ്യൂൾസ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓരോ സിറ്റുവേഷൻ എടുക്കുമ്പോൾ അവിടുത്തെ ഇൻപുട്ട് മോഡ്യൂൾസും അവിടുത്തെ ഔട്ട്പുട്ട് മോഡ്യൂൾസും ഡിഫറൻ്റ് ആയിരിക്കും ഓരോ ആപ്ലിക്കേഷൻ അനുസരിച്ച്. ഇതിപ്പോൾ നമ്മൾ ചിലയിടത്ത് ഇൻപുട്ട് മോഡ്യൂൾസ് നമുക്ക് ഇതായിരിക്കും, പ്രഷർ സെൻസർ ആയിരിക്കും, ചിലപ്പോൾ ടെമ്പറേച്ചർ സെൻസർ ആയിരിക്കും, ചിലപ്പോൾ മോയ്സ്ചർ സെൻസർ ആയിരിക്കും, അങ്ങനെ ഓരോന്നും ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ഇൻപുട്ട് മോഡ്യൂൾസിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ PLC അല്ലെങ്കിൽ ഔട്ട്പുട്ട് മോഡ്യൂൾസിനെ ബേസ് ചെയ്തിട്ട് വേണം PLC സെലക്ട് ചെയ്യാൻ വേണ്ടി. പിന്നെ പ്രോഗ്രാമിങ്. ഇത്രയും ഫാക്ടേഴ്സാണ് ഒരു PLC സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. എന്തൊക്കെയോ ഒന്ന് പറഞ്ഞേ, എല്ലാവരും ഒന്ന് പറഞ്ഞേ, എന്തൊക്കെയാ? സിസ്റ്റം സ്പെസിഫിക്കേഷൻ, എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ, ADC ഡിവൈസസ് റിക്വയർഡ്, ടൈപ്പ് ഓഫ് CPU റിക്വയർഡ്, ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡ്യൂൾസ്, പിന്നെന്താണ് പ്രോഗ്രാമിംഗ്. ഓക്കെ, ഇനി നമുക്ക് പെർഫോമൻസ് ലെവൽ അനുസരിച്ച് മാനുഫാക്ചറർ 3 ടൈപ്പ് ഓഫ് PLCs നമുക്ക് അവൈലബിൾ ആണ്. പെർഫോമൻസ് ലെവൽ അനുസരിച്ച് മാനുഫാക്ചറേഴ്സ് 3 ടൈപ്സ് ഓഫ് PLCs നമുക്ക് അവൈലബിൾ ആണ്. ഫസ്റ്റ് വൺ ആണ് ലോജിക് കൺട്രോളർ. എന്താണ്? ഫസ്റ്റ് വണ്ണാണ് ലോജിക് കൺട്രോളർ. ഇത് എൻ്റെ കൂടെ തന്നെ എഴുതി പോവുക. ഞാൻ ഇത്രയും സ്ലോയിൽ എഴുതി പോകുന്നത് നിങ്ങൾക്കും കൂടെ എഴുതി പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ആ ഒരു ജോലി അങ്ങ് തീരും. പിന്നീട് ഇത് എഴുതാൻ നിൽക്കരുത്. പിന്നെ നമുക്കിത് മെനക്കേട്ടുള്ള പരിപാടി. അതുകൊണ്ട് എൻ്റെ കൂടെ തന്നെ എഴുതി പോവാം. ആ ഒരു പോയിൻറ്റ്സ് മാത്രം. പെർഫോമൻസ് ലെവൽ അനുസരിച്ച് മാനുഫാക്ചർ 3 ടൈപ്സ് ഓഫ് PLCs ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് വണ്ണാണ് ലോജിക് കൺട്രോൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് വെച്ചാൽ ഏറ്റവും സിമ്പിളാണ്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്, പക്ഷേ സ്പീഡ് കുറവാണ്. ഓക്കെ, ഇത്രയാണ് ഫസ്റ്റ് വൺ ലോജിക് കൺട്രോളർ. എന്താണ്? വളരെ സിമ്പിളാണ്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്, പക്ഷേ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണ്? സ്പീഡ് കുറവാണ്. രണ്ടാമത്തെ ലെവലിലുള്ളതാണ് കോമ്പാക്റ്റ് PLC. കോമ്പാക്റ്റ് PLC എന്ന് പറയുമ്പോൾ ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിലുള്ളതാണ്. പിന്നെ ഇൻക്രീസ്ഡ് സ്പീഡാണ്. പിന്നെ കപ്പാസിറ്റി മോർ ദാൻ ലോജിക് കൺട്രോളറാണ്. ഒരു ഇൻ്റർമീഡിയറ്റ് ഫങ്ഷൻസിനൊക്കെ ഉപയോഗിക്കുന്ന PLC ആണ് കോമ്പാക്റ്റ് PLC. അതിൻ്റെ ഇൻക്രീസ്ഡ് സ്പീഡ് ദാൻ ദി ലോജിക് കൺട്രോളറാണ്. കപ്പാസിറ്റിയും ലോജിക് കൺട്രോളറിനെക്കാളും കൂടുതലാണ്. ജസ്റ്റ് ഒന്നും അറിഞ്ഞിരുന്നാൽ മാത്രം മതി. സിലബസിനകത്ത് പറഞ്ഞേക്കുന്നതുകൊണ്ട് മാത്രം ഇതൊന്ന് പറയുകയാണ്. മൂന്നാമത്തേതാണ് അഡ്വാൻസ്ഡ് PLC. എന്താണ്? അഡ്വാൻസ്ഡ് PLC. അപ്പോൾ ഇതിലാണ് ഗ്രേറ്റർ പ്രോസസ്സിംഗ് പവർ, പിന്നെ ലാർജ് മെമ്മറി കപ്പാസിറ്റി, അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഗ്രേറ്റർ സ്പീഡ്.
അപ്പോൾ എന്തൊക്കെയാണ് 3 ലെവലിലുള്ള 3 പെർഫോമൻസ് ലെവൽ അനുസരിച്ച് 3 ലെവലിലുള്ള PLCs നമുക്ക് മാനുഫാക്ചറേഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ഒന്ന് പറഞ്ഞേ, അതോടെ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഏതാണ്? ലോജിക് കൺട്രോളർ. ഇത് വെരി സിമ്പിൾ ടൈപ്പാണ്, വെരി കോസ്റ്റ് എഫക്റ്റീവ് ആണ്, പക്ഷേ സ്പീഡ് വളരെ കുറവാണ്. രണ്ടാമത്തെ ലെവലാണ് എന്താണ്? സെക്കൻഡ് വൺ എന്താണ്? കോമ്പാക്ട് PLC. അത് ഇൻ്റർമീഡിയറ്റ് ഫംഗ്ഷൻസിനൊക്കെ ഇൻക്രീസ്ഡ് സ്പീഡ് ദാൻ ലോജിക് കൺട്രോളറാണ്. അതിൻ്റെ കപ്പാസിറ്റി ലോജിക് കൺട്രോളിനെക്കാളും കൂടുതലാണ്. ലാസ്റ്റ് വൺ ആണ് എന്ത്? അഡ്വാൻസ്ഡ് PLC. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഗ്രേറ്റർ പ്രോസസ്സിംഗ് പവറാണ്, ലാർജർ മെമ്മറി കപ്പാസിറ്റിയാണ്, ഗ്രേറ്റർ സ്പീഡാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു വെക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് തിയറി കംപ്ലീറ്റ്